പതിവ് പോലെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റു, 6 മണിക്ക് ആകുമ്പോൾ എണീറ്റു കേട്ടോ. വേദുട്ടൻ നേരത്തെ എണീക്കിൻ്റെ പേടിയായിട്ട്, അപ്പോൾ എന്നെയും കുത്തിപ്പൊക്കും. അപ്പോൾ ബേബിക്കുള്ള സ്നാക്സും വെള്ളവും ആക്കി വെക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഡ്യൂട്ടി എനിക്കാണല്ലോ. അപ്പോൾ അച്ഛൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് കേക്ക് ഒക്കെയാണ് കേട്ടോ. അതാണെന്ന് സ്നാക്സ് ആയിട്ട് കൊണ്ടുവന്നത്. അത് അവൾക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. പിന്നെ അവൾ എണീറ്റ് വന്നിട്ട് ആ സ്നാക്സ് മാറ്റുന്നതൊക്കെ ഞാൻ കണ്ടു. എന്താ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഞാൻ അവളുടെ കിറ്റിൽ സ്നാക്സും അതുപോലെ തന്നെ വെള്ളവും എല്ലാം ആക്കി വെച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ അമ്മയൊക്കെ നല്ല ഉറക്കമായിരുന്നേ. സമയം 6, അമ്മയും ബേബിയും ഒരുമിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ അവർ നല്ല ഉറക്കമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ എണീറ്റു. പിന്നെ അമ്മ ലഞ്ചിനുള്ള സാധനം പ്രിപ്പയർ ചെയ്തു. ഇത് ഉള്ളി ചതച്ചതും ചോറുമാണ് കേട്ടോ അവൾ കൊണ്ടുപോകുന്നത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം, ഉള്ളി ചതച്ചത് അടിപൊളിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ചോറുണ്ടെങ്കിൽ തന്നെ അതും ചോറും മതി, നിങ്ങൾക്ക് വയറ് നിറച്ച് ചോറുണ്ടാകും. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് ചട്ടിയിലിട്ട് കഴിക്കുക ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഒരു വട്ടം ഇട്ടിട്ടുണ്ട്, ഇനി പറ്റുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കിറ്റിൽ എല്ലാം ആക്കി വെച്ചു കേട്ടോ. ആദ്യം ചോറ് ഇറക്കി വെച്ചു, കാരണം ഫസ്റ്റ് സ്നാക്സ് ആണല്ലോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിന് അത്ര വെള്ളമേ കൊണ്ടുപോകണുള്ളൂ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവൾ അധികം വെള്ളം കുടിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനാ വേസ്റ്റ് ആക്കണമെന്ന് വെച്ചിട്ട് വെള്ളം അത്രേ വെക്കാറുള്ളൂ. പിന്നെ അതായത് 7:30 ആയി സമയം. അപ്പോൾ അവളുടെ മുടി കെട്ടുന്ന ടൈമാണ് കേട്ടോ. അത് അമ്മയാണ് എന്നും അവൾക്ക് മുടി കെട്ടി കൊടുക്കുക. അത് കാലങ്ങളായിട്ട് അങ്ങനെ. അമ്മ എങ്ങടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് ഞാൻ അവൾക്ക് മുടി കെട്ടി കൊടുക്കാറ്. കൂടെ വേദു ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും. അമ്മയുടെ അടുത്ത് ഇടയ്ക്ക് നമ്മുടെ നിന്ന് ചീത്തയും കേൾക്കും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവൻ എന്നോട് പറയണേ, ഇതാ അമ്മയുടെ മാല കിട്ടി എനിക്ക് എവിടുന്നോന്ന്. എൻ്റെ മാല തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതോ ബേബിയുടെ ആരുടെ മാലയാണ്, കമ്മലും മാലയും അതൊക്കെ നാശമായതാണ് കേട്ടോ. അതിപ്പോൾ അവനെ കിട്ടിയെന്നാണ് അവൻ പറയണത്. അവൻ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് കൊണ്ടുവന്ന് തരും. എന്നിട്ട് കുറച്ച് നേരം പറയും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എന്തിനാണത് കളഞ്ഞത്, അത് നല്ലതല്ലേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് കേട്ടോ അവനെ വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തിക്കുള്ള ഉള്ളിയൊക്കെ അമ്മ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വേഗം അരച്ചു, കാരണം വേദുവിനെ പെട്ടെന്ന് വെച്ചിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബേബിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ നിൽക്കുന്ന ടൈമാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിതാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ 8:15, 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നായക്കുട്ടന്മാരുടെ ഒരു ജാഥ തന്നെ പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണോണ്ടെന്ന് അറിയില്ല, ഒന്നും ഇങ്ങോട്ട് വരാനൊക്കെ നിന്നു നായ. അത്രേ ഉണ്ട് നായ്ക്കൾ, നല്ല നായ്ക്കളുടെ ശല്യം ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാലവാടിക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ബാലവാടിക്ക് പോകുന്നത് എന്തിനാ വെച്ചാൽ ഇന്ന് മുലയൂട്ടൽ വാരമായതുകൊണ്ട് തന്നെ ബാലവാടിയിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ കറുകപ്പത്തൂർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബാലവാടിക്കാണെങ്കിൽ ഞാൻ സാധാ ഡ്രസ്സ് ഇട്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ ബാലവാടിയിൽ എത്തുന്ന ടൈം നല്ല മഴ, പറഞ്ഞാൽ നല്ല മഴ. അതുവരെ നല്ല വെയിലായിരുന്നു കേട്ടോ. എവിടുന്നാണ് ഈ മഴ പൊട്ടി മുളയ്ക്കണമെന്ന് അറിയില്ല. പെട്ടെന്ന് വെയിലും അതുപോലെ തന്നെ പെട്ടെന്ന് മഴയും വരും. അപ്പോൾ അജിത മേമം മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, കുട്ടികളൊന്നും വേറെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേദുവിനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ പാരൻസും ഒക്കെ എത്തിയിട്ട് രാവിലെ വെച്ചത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2:30 വയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വിസ് കോമ്പറ്റീഷനിൽ വേണ്ട കാര്യങ്ങളൊക്കെ അജിത മേമ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്ത് ചോദ്യങ്ങളാണ് ഏകദേശം വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ എന്നോട് പറഞ്ഞു. പിന്നെ നമുക്കൊരു പേരും അതുപോലെ തന്നെ സ്കെച്ചും തന്നു കേട്ടോ. വെച്ചെഴുതാനൊന്നും ഇല്ലാത്ത കാരണം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു കേട്ടോ. 10 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 10 ക്വസ്റ്റ്യനിലും അജിത മേമ 10 ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 10 എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മളോട് മാർക്ക് ഇടാൻ പറഞ്ഞു. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ മാർക്ക് ഇടാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, അത് മത്സരമൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങോട്ട് മാർക്കിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ 10ൽ 8 മാർക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് 10ൽ 9 കിട്ടി. അപ്പോൾ 9 കിട്ടിയ ആൾക്കാണല്ലോ സമ്മാനം കിട്ടുക. അപ്പോൾ അത് എന്ത് ചെറിയ സമ്മാനമാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. പക്ഷേ എനിക്ക് 8 കിട്ടിയല്ലോ, അത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെറുതായിട്ട് ChatGPT-യോടും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അജിത മേമ തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് നോക്കി വന്നോളൂ എല്ലാവരും, 10 ക്വസ്റ്റ്യനാണ് എന്നൊക്കെ. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയ ആൾക്ക് കിട്ടിയത് ഒരു പാത്രമാണ് കേട്ടോ. പിന്നെ സമ്മാനത്തിൻ്റെ വലുപ്പത്തിലല്ലല്ലോ കാര്യം, നമുക്കത് മത്സരിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞ് എന്തൊരു സമ്മാനം കിട്ടിയാലും നമുക്ക് ഹാപ്പിയാണല്ലോ, നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതെല്ലാവിടെയും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു പാത്രം കിട്ടിയത് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു പാത്രമാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറയായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ആൾക്കൊരു കൺഗ്രാറ്റ്സ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറുകപ്പത്തൂർക്ക് പോവുകയാണ് കേട്ടോ. ഒരു 10
10:30 10:45 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം തന്നെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് ബസ് കിട്ടിയത്. പ്രധാനമായിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വഴിയേ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടി വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വളരെയധികം സന്തോഷം. നമുക്കങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഈ കടയത്തെ ചേട്ടനും പറഞ്ഞു കേട്ടോ, എല്ലാ വീഡിയോസും കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ പോലെ ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ. നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. പിന്നെ ഞാൻ വേദക്കുട്ടനെ 3:30 ആകുമ്പോൾ ഞാൻ ബാലവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയി, ബേബിക്കുട്ടി സ്കൂൾ വിട്ട് വന്നു. കടലപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, അത് കുറച്ച് കഴിക്കായിരുന്നു ഞാൻ. അപ്പോൾ അവളുടെ എക്സാം പേപ്പറൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എക്സാം കഴിഞ്ഞു, അവർക്ക് പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കഴിയും ഇവരുടെ സ്കൂളിലെ എക്സാംസൊക്കെ, പേപ്പറും ഒക്കെ നേരത്തെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും പ്രാവശ്യം A1 കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് A1 A2 B1 B2 C1 C2 അങ്ങനെയാണ് കേട്ടോ. A+ അങ്ങനെയല്ല, B+B അങ്ങനെയല്ല. അതിന് പകരം എങ്ങനെയാണ് CBSEയിൽ ഇങ്ങനെയാണല്ലോ ഗ്രേഡ് ഒക്കെ വരിക. അപ്പോൾ ഈ എക്സാം അല്ല കേട്ടോ മെയിൻ എക്സാം ഒക്ടോബറിലാണ് വരുന്നത്. അതിലാണ് നല്ല മാർക്ക് വാങ്ങേണ്ടത്. അത് 50-ലായിരിക്കും. പിന്നെ ഇപ്പം പഠിച്ച് സ്വയം പഠിച്ച് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഹിന്ദിക്ക് അവൾക്ക് 21.5 മാർക്കാണ്, 22 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A1 ആണ്. അപ്പോൾ അതവളിങ്ങനെ പറയുമായിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ അവൾക്ക് ടഫാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാം കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടഫാണ്, പക്ഷേ എനിക്ക് 20 മേലെ കിട്ടും അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടോ 22 കിട്ടിയിട്ടുണ്ട്, 21.5 22 വാങ്ങിയിട്ടുണ്ട് അവൾ. എല്ലാറ്റിനും അവൾക്ക് മാർക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ, സ്വയം പഠിച്ചിട്ട് തന്നെയാണ്. ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നല്ലാതെ വേറെ അവളെ എനിക്ക് ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. തന്നെ പഠിക്കണോണ്ട് എനിക്ക് അങ്ങനെ ഒരു സുഖം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ സയൻസിനും അതേ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം. സയൻസ് സോഷ്യലായിരുന്നു അവൾക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ അവൾക്ക് സയൻസ് സോഷ്യലിനും തീരെ മാർക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്രാവശ്യം തൊട്ടിട്ട് മാർക്ക് ഉണ്ട് കേട്ടോ. മാത്സിലും ഇതാ ഒരൊറ്റ ക്വസ്റ്റ്യനാണ് അവൾ തെറ്റിച്ചത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവൾ തെറ്റിച്ചു. അതുകൊണ്ട് 25-ൽ 24 കിട്ടിയത്. ആ ശ്രദ്ധ കൊണ്ട് പോയൊരു മാർക്കാണത്. കാരണം മാത്സിൽ അവൾ എപ്പോഴും ഫുള്ളാണ് വാങ്ങാറ്. പിന്നെ സാൻസ്ക്രിറ്റിന് 25-ൽ 23 മീൻസ് ഗുഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവൾക്ക് കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇടയ്ക്ക് നല്ല മാർക്ക് കിട്ടും. അതൊക്കെ ഓരോന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. മാർക്ക് കുറഞ്ഞാലും വിഷമിക്കേണ്ട, ഇതൊന്നല്ല നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. ആകെ 5ാം ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ അവൾ സ്വയം പഠിച്ച് എഴുതിയ മാർക്കായതുകൊണ്ട് അവൾക്ക് അത് സന്തോഷം തോന്നില്ല. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. സോഷ്യലിൽ അവൾക്ക് നല്ല മാർക്കുണ്ട്, 24.5 മാർക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അവളുടെ മലയാളം പേപ്പർ കണ്ടിട്ടാണ് കേട്ടോ. 24.5 മാർക്ക് മലയാളത്തിൽ പറഞ്ഞപ്പോൾ അമ്മയൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം മലയാളം കുറച്ച് വീക്കായിരുന്നു, പക്ഷേ ഇക്കൊല്ലം തൊട്ടിട്ട് അത്യാവശ്യം നല്ലതുണ്ട്. പിന്നെ അവൾ പറയണ അക്ഷരത്തെറ്റുണ്ട് നല്ലോണം, അതൊന്നും നോക്കണ്ട എന്ന് പറയുന്നത് കേട്ടോ. അക്ഷരത്തെറ്റ് നല്ലോണ്ട് കേട്ടോ മലയാളത്തിൽ, അത് ശരിയാണ്, അത് ശ്രദ്ധിക്കണം. പക്ഷേ മാഷ് അക്ഷരത്തെറ്റിനൊന്നും കുറച്ചിട്ടില്ല. കുറയ്ക്കുകയാണെങ്കിൽ ഒരു കുട്ടികൾക്ക് മാർക്ക് ഉണ്ടാവില്ല. പക്ഷേ അവർ ടീമൊക്കെ ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാഷ് മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു, നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, സ്വയം പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയതല്ലേ. അപ്പോൾ നമ്മളത് എത്രയായാലും അതൊരു ഇതിപ്പോൾ എത്ര മാർക്കായാലും നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ. അവർ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അല്ലാണ്ട് പെട്ടെന്ന് കിട്ടിയ മാർക്കൊന്നും അല്ലല്ലോ. അവർ പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ അവളോട് പറഞ്ഞു, നല്ലതാണ്, ഇനി ഇങ്ങനെ തന്നെ പോവുക. പിന്നെ ഇപ്പോൾ മാർക്ക് കുറഞ്ഞു വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. അവളുടെ ക്ലാസ്സിൽ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയും അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നിനക്ക് മാർക്ക് കൂടിച്ചാൽ നാളെ വേറൊരു കുട്ടിക്കാവും മാർക്ക് കൂടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവളോട് പറയൂ കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പിറ്റേ ദിവസം അമ്പലത്തേക്ക് പോകണം രാവിലെ. നമ്മുടെ പിറന്നാളാണ്. അപ്പോൾ അതിന് ഡ്രസ്സ് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സെറ്റ് മുണ്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ ഈ ജനലിൻ്റെ അവിടെ തൂക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് പ്ലേറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് എടുക്കാം. അപ്പോൾ അമ്മയാണെങ്കിൽ പ്ലേറ്റ് എടുത്ത് തരും കേട്ടോ. എനിക്ക് വല്ലാണ്ട് അറിയൊന്നുമില്ല. സാരി സെറ്റുമുണ്ട്, സെറ്റ് സാരി ഒന്നും ചുറ്റാൻ വല്ലാണ്ട് അറിയൊന്നുമില്ല കേട്ടോ. ഇത്ര കാലമായി അറിയോ, ടീച്ചിങ് പ്രാക്ടീസിൽ പോകുമ്പോൾ പോലും ഞാൻ സ്വയം എടുത്തിട്ടില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് എടുത്ത് തരാറ്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പ്ലേറ്റ് എടുക്കാതൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ എടുക്കും കേട്ടോ. പക്ഷേ വൃത്തിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം ഏട്ടൻ അയില കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാരും പണിയായി. അപ്പോൾ അയില വറുത്തതും അയില കൂട്ടാനും ഒക്കെ വെച്ചു. പിന്നെ ബേബിക്ക് സ്കൂളിലേക്ക് പിറ്റേ ദിവസം കൊണ്ടുപോകാൻ ഉരുളൻകിഴങ്ങ് വേവിക്കുകയാണ് കേട്ടോ. ഞാൻ മാന്തളും ഞാൻ അതിൻ്റെ ഇടയിൽ വാങ്ങിയിട്ടോ, ഒന്നുമില്ല എന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് രാത്രിക്ക് ഒന്നുമില്ല വിചാരിച്ചിട്ട് ഞാൻ ഉണക്ക മാന്തൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ വൈകുന്നേരം ഈ മീനും കൊണ്ടുവന്നു.
അപ്പോൾ അത് മീനോട് മീൻ കളിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.